ഞാൻ ലിമിറ്റ്. അപ്പം ഞാൻ ഇന്നലെ മിനിയാന്ന് നടന്ന സംഭവം മറ്റേ കാക്കനാട് തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പെരേര എന്നെ ബൗൺസേഴ്സൊക്കെ അടിച്ച് ഓടിച്ച് സംഭവം. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി, കാരണം സിസ്റ്റം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതിലായിരുന്നു. ഇപ്പോൾ സാധനം ശരി, ഞാൻ എന്തായാലും വീഡിയോ ഇപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ചെയ്യണേ. ആദ്യം നമുക്ക് ആ വീഡിയോസ് കുറച്ച് കണ്ടുനോക്കാം, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം. പുതിയ നായിക പിള്ളേരടക്കം കളിയാക്കി കൊല്ലണം അവനെ. അതൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധം ആ ഊളച്ചെറുക്കന് ഇല്ലല്ലോ. അത് കണ്ട ആ പിറകെ വന്നത് ഇത്രയോളമുള്ള കൊച്ചങ്ങള് പിള്ളേര് വരെ കളിയാക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ആ ചെറുക്കനില്ല. ആ ചെറുക്കനുമില്ല, ആ ചെറുക്കൻ്റെ കൂടുതലുള്ള ആർക്കും ഇല്ല. ഈ വോട്ടർ പട്ടികയിൽ പേര് വരാത്ത ഈ പിള്ളേര് കൊച്ചു കിളാങ്ങള്. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഈ സംഭവം വീഡിയോ കാണാൻ മതിരി ചാടി ഓടന്താ ഒരു ബൗൺസറിനെ തെറി വിളിച്ചോ, ദേഷ്യപ്പെടുത്തി. സംഭവം അതെ ഇതാണ് സംഭവം. വിളിക്കുന്നത് ഈ ബോധമില്ലാത്ത മന്ദബുദ്ധി ചെറുക്കനെ ആ പിള്ളേര് കളിയാക്കുന്നതാ. അവനത് അംഗീകാരമായിട്ടാണ് ആ ഊളക്കി അവനാ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൊടിപ്പിക്കുന്നത്. കണ്ടുനോക്കി ആ ബൗൺസറിനെ പോയി ചൊറിഞ്ഞാ. അവൻ തിരിച്ചോടി. ഓർഡർ ബൗൺസർ പറക വന്നപ്പോ ഓർഡർ നോക്കി താറാവ്. കേറാം അതില് തള്ളിയിടുന്നുണ്ട് കേട്ടാ, ബൗൺസർ തള്ളിയിടുന്നുണ്ട്. മാതിരി കാരണം കേട്ടോ. ഇനി അവൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് കാണാം. പുള്ളി വിളിച്ചിട്ടല്ല പോയത്. കാരണം അവിടെ പരിപാടി നടക്കാം. ആ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മറ്റേ ജയസൂര്യനൊക്കെ കണ്ടിരുന്നു. ജയസൂര്യ, പൃഥ്വിരാജ് അങ്ങനെയുള്ളവരൊക്കെ കണ്ടിരുന്നു. അപ്പൊ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത പുള്ളി. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരും ആ ഒരു നായികനെയും കൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. നായികയല്ല, ഒരു നടി, ഒരു പെണ്ണ്. ആ പെണ്ണിനെ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അപ്പൊ പിന്നെ അടിച്ചു ഓടിക്കണ്ടേ ഇവനെ ഈ ഓളേനെ. പിന്നെ പുള്ളിക്ക് നിന്നെ പോലുള്ള ശല്യങ്ങളെയൊക്കെ നീയൊക്കെ പൊതുശല്യാടാ പെരേരെ. നിന്നൊക്കെ എന്തിനാളാ മാറ്റാനാ വേണ്ടത്? എന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവണ്ട, ഇതിലെ നേരെ പൊക്കോന്ന് ആൾക്കാരെ കൂടെ എനിക്ക് പറയാറ് ചാടാണ്ടല്ലേ. എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ലിസ്റ്റിംഗ് ടീമിന് സമാധാനം പറയോ? എന്തിന്? നിനക്ക് എന്തെങ്കിലും പറ്റിയ ലിസ്റ്റിംഗ് ടീമിന് എന്തിനാ സമാധാനം പറയണ്ടേ? നീ ആരങ്ങരുടെ മോനാ? നിന്റെ വായിൽ നിന്നും നിന്റെ ബോധമില്ലായ്മയും കൊണ്ട് നീ വരച്ചു കൂട്ടുന്നല്ലേ? കഞ്ഞി അല്ലെങ്കിൽ ആഹാരമൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എന്റെ വീട്ടിൽ കഞ്ഞാടത്തിൽ അറിയാമെന്നുള്ള എനിക്ക് ആരും പറഞ്ഞ ആവശ്യമില്ല. പക്ഷെ എന്റെ മരണം ആൾക്കാർ കാണുന്നുണ്ട്. നിന്റെ മരണം എങ്ങനെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയും, അല്ലാണ്ട് മരണം കാണാനല്ല ആഗ്രഹിക്കുന്നു അങ്ങനെയാണോ പറയാൻ? ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പണ്ട് ഗാന്ധിജിനെ വെടിവെച്ച് കൊന്ന ഗാന്ധിജിയും ഈ പൊട്ടനെ തമ്മിൽ കമ്പയർ ചെയ്യണു. ഗാന്ധിജിനെ ഈ പൊട്ടനെ അപ്പോ ഒരുപാട് മഹാന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അടുത്ത എടക്കൊച്ചിയിൽ നിന്നുള്ള അടുത്ത മഹാൻ അലിൻ ജോസ് പെരേര, അടുത്ത മഹാൻ.
ഉണ്ട്. അപ്പോ ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോ എന്നെ ഇത്രയും മാത്രം സിനിമാക്കാർക്ക് ദേഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ദേഷ്യമല്ല, അത് സിനിമക്കാർക്ക് മാത്രമല്ല, എടാ എല്ലാവർക്കും ഒരു നാണക്കേട് അങ്ങനെ വേണം പറയാൻ. അത് നീ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടാണ് നാണക്കേട് വന്നിക്കുന്നത്. നീ ഒരു ശല്യമായി മാറിക്കുന്നത്. ഞാൻ മലയാള സിനിമയിൽ ഒരു ആളുമല്ല, പക്ഷേ ഞാൻ അല്ല, നീ ഒരു ആളല്ല ആണെന്ന് ആരെങ്കിലും പറഞ്ഞോടാ. ചോദിക്കട്ടെ, ബാഡ് ബോയ്സിൽ ക്യാമിയോയില് ബാഡ് ബോയ്സിൽ കാമിയോല ആര് നീയാ? എടാ നിന്നെ അതിൽ പച്ചയ്ക്ക് ഊക്കണതാടാ ബാഡ് ബോയ്സില്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ല ഈ ചെറുക്കന്. അവിടെ കാസ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എന്റെ പേര്. സിനിമയുടെ പേരിൽ എന്റെ ഒരു പേരും ആ ഒരു എന്താ പറയാ ഫിലിമോഗ്രാഫിയിലുണ്ട്. അലൻ ജോസ് പെരേര മൂവീസ് എന്ന് പറയുമ്പോൾ അലിൻ ജോസ് പെരേര മൂവീസാ? ഇവന് എത്ര മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഈ മറ്റേ അബ മൂവീസ് അങ്ങനെ ഓരോരോ മൂവീസില്ലേ, അതേപോലെ ഇവന് എത്ര പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സമ്മതിക്കണ്ടേ ഈ ഊളച്ചെറുക്കനെയൊക്കെ. ബാഡ് ബോയ്സിന് അടുത്ത് പറയുന്നത് അത് ഒമറിക്കയുടെ ഒരു ധൈര്യമാണ്. പക്ഷെ ആ ഒരു റെസ്പെക്ട് എങ്കിലും വേണ്ടേ? ആ ഒരു പടത്തിൽ 5000 രൂപ തന്നിട്ടുള്ളൂ അഭിനയിക്കാനായിട്ട്. എന്നാലും ആ ഒരു ദിവസം അത്ര മതി. പക്ഷെ അതല്ല, അഭിനയിച്ചു, പക്ഷെ ആ ഒരു റെസ്പെക്ട് മറ്റുള്ളവർക്ക് വേണ്ടേ? ആ ഒരു എല്ലാവരും ഇവരെ കാണുമ്പോൾ കൈകൂപ്പി തൊഴുത് നിൽക്കുക, അതാണ് ഇവന് ആഗ്രഹിക്കുന്ന റെസ്പെക്ട്. ആരും ഇനി കളിയാക്കരുത്. നീ ശല്യമായതുകൊണ്ട്, നീ ശല്യമാണെന്ന് അവർക്കൊക്കെ അറിയാം. നിന്നെ അടുപ്പിക്കരുതെന്നും ചിലപ്പോൾ ഈ ലിസ്റ്റിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം നിന്നൊന്നും ഓർത്തു വെക്കേണ്ട കാര്യമൊന്നും ആ പുള്ളിക്കില്ല. അത്രയും വലിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ട ആൾക്ക് നിന്നെ പോലെ ഒരു ബെഗിഡൻ ചെറുക്കനൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളെ കയ്യേറ്റം ചെയ്യാൻ നിൽക്കുള്ള നടന്മാരെ സെൽഫി എടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സെൽഫി എടുക്കുക ഒപ്പൊന്ന് പറഞ്ഞാൽ പോലും എന്തുകൊണ്ട് ആവശ്യമില്ല. നമ്മളും കണ്ടിന്യൂസായിട്ട് സിനിമയില്ലെന്നും പറഞ്ഞ് ദേഹോദ്രവിക്കുന്നത് തെറ്റാണ്. കാരണം ഞാനും സിനിമയിലെ ഉപ്പും ചോറും സിനിമയിലെ ഉപ്പും ചോറും ആദ്യം ചുപ്പെന്ന് പറയാ, ഉപ്പും ചോറും സിനിമയുടെ ഉപ്പും ചോറും. അതെങ്ങനെ സിനിമയുടെ ഉപ്പും ചോറും? ഈ ആൾക്കാർ സിനിമയുടെ ഉപ്പും ചോറും ഞാൻ കൂടുതലൊന്നും പറയല്ല, കൂടുതൽ പറഞ്ഞാൽ വേറെ വല്ല രീതിയായി പോകും. പക്ഷെ സിനിമയെ പറ്റി ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റീഫന്റെ എത്ര പടങ്ങൾ ഇറങ്ങി, ഞാൻ അതിനെപ്പറ്റി സ്റ്റീഫന്റെ എത്ര പടങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ലല്ലോ. നെഗറ്റീവ് പറഞ്ഞെങ്കിൽ പുള്ളി ചിലപ്പോ എന്നെ പറ്റി പറഞ്ഞാൽ പശ്ചിമബംഗിനെ പറ്റി ഒരിക്കലും നെഗറ്റീവ് പറയാറില്ല. പക്ഷെ സ്റ്റീഫനായിട്ട് ഞാൻ 3 തവണ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഷെയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വളരെ മോശമായി കേട്ടോ. കാരണം മോശമായി ലിസ്റ്റിന്റെ കൂടെ 3 തവണ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വലിയ കാര്യമായി പോയി. 3 തവണ അയാളെ ശല്യപ്പെടുത്തി അയാളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അതിനാണ് ഈ വലിയ അംഗീകാരം പോലെ പറയുന്നത്. ഇമാതിരി ഊളൻ ചെറുക്കനൊക്കെ എന്താ ചെയ്യണേ? ഇതിന്റെ തന്തേനെ പറഞ്ഞില്ല, തന്തയാണെങ്കിൽ ഇതിനപ്പുറം. അപ്പൊ പിന്നെ ഒരു കാര്യമില്ല പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ശരി.